റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി വൈപ്പിനിൽ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ പതിനായിരങ്ങൾ അണിചേർന്നു. ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം സമരകേന്ദ്രം വരെ 27 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. ഉദ്ഘാടനം വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും നിർവഹിച്ചു. അനേകം വർഷങ്ങളായി ഒരു ജനത മുഴുവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ കിടപ്പാടവും തങ്ങളുടെ ഭൂമിയുമെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ള വേദനയോടുകൂടെ നിൽക്കുമ്പോൾ ആ മുനമ്പത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യ ചങ്ങല തീർക്കുകയാണ്. ജാതി മതഭേദമന്യേ അനേകായിരങ്ങൾ അണിചേർന്നുകൊണ്ട് ഇന്ന് മനുഷ്യ ചങ്ങലയുടെ തുടക്കം വൈപ്പിനിൽ നിന്നും ആരംഭിക്കുകയാണ്. പിതാക്കന്മാരും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കള്, MP, MLA തുടങ്ങിയവരും എല്ലാം ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേരുവാൻ വേണ്ടിയിട്ട്, ഇതിന്റെ കണ്ണിയാകുവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. മുനമ്പൻ നിവാസികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വൈപ്പിനിൽ മനുഷ്യ ചങ്ങല തീർത്തത്. വൈപ്പിൻ ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പൻ സമരകേന്ദ്രം വരെ 27 കിലോമീറ്റർ ദൂരം നീണ്ട മനുഷ്യ ചങ്ങലയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആദ്യ കണ്ണി ചേർന്നു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലായിരുന്നു അവസാന കണ്ണി. ഇരു കേന്ദ്രങ്ങളിലും ഒരേ സമയം ഇരുവരും ഉദ്ഘാടനം ചെയ്തു. 85 ദിവസങ്ങളായി മുനമ്പം പ്രദേശത്തെ തീരദേശവാസികൾ ഏതാണ്ട് 610 കുടുംബങ്ങൾ വഖഫ് ഭൂമി അവകാശവാദത്തിൽ കുടുങ്ങി അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന സാധാരണ മനുഷ്യർ റവന്യൂ അവകാശങ്ങൾക്കും നീതിക്കുമായി തുടരുന്ന നിരാഹാര സമരത്തിന് ഇവിടെ നിന്നും മുനമ്പം വരെയുള്ള ഏതാണ്ട് 27 കിലോമീറ്റർ മനുഷ്യ ചങ്ങലം തീർക്കുകയാണ്. വരാപ്പുഴ അതിരൂപത സഹായമിത്രൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ സന്ദേശവും ഭരണഘടനയുടെ ആമുഖം വികാരി ജനറൽ മോൺസിനോർ മാത്യു ഇലനിമറ്റവും നൽകി. റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മുനമ്പം ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളാർന്ന ക്ലേശങ്ങളെ കുറിച്ച്, അവരുടെ മക്കളുടെ വിവാഹാവശ്യത്തിനോ പഠനത്തിനോ മറ്റു സാമ്പത്തികമായ ആവശ്യങ്ങൾക്കോ ഉപയുക്തമാകുന്ന അവരുടെ സ്വത്തിന് തീർച്ചയായും യാതൊരുവിധ അവകാശവും ലഭ്യമല്ലാത്ത രീതിയിലാണ് ഇന്ന് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്രകാരമുള്ള സാമ്പത്തികമായ ദുരവസ്ഥ തുടർന്നും അനുഭവിക്കാനിടയായാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമാണ്. കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിനോർ ഷൈജു പടിയാരത്ത് ദേശീയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മുനമ്പൻ നിവാസികൾ താമസിക്കുന്ന ഭൂമി വഖഫ് ബോർഡിന്റേതാണെന്ന് കോടതി നിരീക്ഷണം നടത്തിയിട്ടില്ലെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന്റെ അഭിപ്രായം ആശ്വാസം പകരുന്നതാണെന്ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. അധർമ്മത്തിനും അനീതിക്കുമെതിരെയുള്ള പ്രതിഷേധമാണ് മനുഷ്യ ചങ്ങലയെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ വ്യക്തമാക്കി. ദേശീയ സത്യപ്രതിജ്ഞയും ഭരണഘടനയുടെ ആമുഖം വായിച്ചതും ചങ്ങലയിൽ നിരന്നവർ ഏറ്റുചൊല്ലി. ചങ്ങലയ്ക്ക് ശേഷം 10 കേന്ദ്രങ്ങളിൽ സമ്മേളനങ്ങളും നടന്നു. വരാപ്പുഴ അതിരൂപത, കോട്ടപ്പുറം രൂപത, കൊച്ചി രൂപത, അങ്കമാലി എറണാകുളം രൂപത എന്നിവയുടെ കീഴിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. വൈപ്പിൻ പ്രത്യാശമാത വികാരി ഫാദർ ഫ്രാൻസിസ് പൂപ്പാടി, സംഘാടക സമിതി ചെയർമാൻ ഫാദർ പോൾ തുണ്ടിയിൽ, ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ ഓളിപ്പറമ്പിൽ, ജോയിന്റ് ജനറൽ കൺവീനർ എബി തട്ടാരുപറമ്പിൽ, മാത്യു ലിഞ്ചൻ റോയ്, നിക്സൺ വേണാട്ട്, KRLCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു അറക്കത്തറ, കടപ്പുറം വേളാങ്കണ്ണി പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനോർ റോക്കി റോബി കളത്തിൽ, ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി എന്നിവർ സംസാരിച്ചു. MP ഹൈബി ഈഡൻ, MLA TJ വിനോദ്, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ, ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി, KCBC ഡെപ്യൂട്ടി ഡയറക്ടർ ഫാദർ തോമസ് തറയിൽ, വരാപ്പുഴ അതിരൂപത ചാൻസലർ ഫാദർ എബിജിൻ അറക്കൽ, കൊച്ചി രൂപത ചാൻസലർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട്, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിജു അറക്കത്തറ, KLCA സംസ്ഥാന പ്രസിഡന്റ് ഷെറി ജെ തോമസ്, സെക്രട്ടറി ജോസി കരുമാഞ്ചേരി, കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിനോർ റോക്കി റോബി കളത്തിൽ, ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ, പാഷനിസ്റ്റ് സെന്റ് തോമസ് വൈസ് പ്രൊവിഡൻസ് പ്രൊവിൻഷ്യൽ ഫാദർ തോമസ് ഏനമറ്റത്തിൽ, ജനറൽ കൗൺസിലർ ഫാദർ പോൾ ചെറുകോടത്ത്, കടപ്പുറം വേളാങ്കണ്ണി പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ എന്നിവരും മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. മുനമ്പത്തെ 610 കുടുംബങ്ങൾ വില കൊടുത്ത് സ്വന്തമാക്കിയ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കുകയും അസറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ വിവാദങ്ങൾ ആരംഭിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 3 തലമുറയായിട്ട് തന്നെ ഈ മുനമ്പത്ത് താമസിക്കുന്ന ഈ കുടുംബങ്ങളുടെ ഭൂമി ഈ വിധത്തിൽ
അന്യാധീനപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ വഖഫ് ഭൂമിയുടെ പേരിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന വഖഫ് ബോർഡിൻ്റെ സമീപനത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ മനുഷ്യച്ചങ്ങലയിൽ ഉയർന്നു വന്നത് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 82 ദിവസമായി മുനമ്പം ജനത നടത്തുന്ന അവരുടെ അതിജീവനത്തിന്റെ സമരത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് 27 കിലോമീറ്ററോളം മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ഇന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജനത മുഴുവൻ ജാതി മതഭേദമന്യേ ഒരുമിച്ച് ചേർന്നത്. ഈ ഐക്യദാർഢ്യം തുടർന്നും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ തുടരും എന്നുമാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. വൈപ്പിനിൽ നിന്നും മെട്രോ 7 ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ലിജൻ ജെയിംസിനൊപ്പം റെഡ്ജൻ റബല്ലോ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.